Good afternoon, children. How are you? Today we shall start our English class. How many members are there in your family? How many members? And who are they? 5 members. Okay. Who are they? Father, mother, brother, sister, and you. Isn't it? ഓക്കെ 3 മക്കളാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലോ? ഒറ്റയ്ക്കൊരു മകനാണെങ്കിൽ എന്താ പറയുക? ഏകമകൻ, ഏകമകൾ എന്ന് പറയില്ലേ? ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകളേ ഉള്ളൂ എന്ന് പറയില്ലേ? ഇപ്പോൾ 3 കുട്ടികളുണ്ട്. കുട്ടികൾ എന്നാണ് പറയുക അല്ലേ? ഒരു കുട്ടി, ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ ആ പേരൻസിന്. നിങ്ങളുടെ പേരൻസ് നിങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ എന്താ പറയുക? ഒരു കുട്ടിയേ ഉള്ളൂ എന്ന് പറയില്ലേ? കുട്ടികൾ എന്ന് പറയില്ലല്ലോ. ഇല്ല, ഒരു കുട്ടി എന്നാണ് പറയുക. അപ്പോൾ അവർക്ക് 3 മക്കളുണ്ട് അല്ലെങ്കിൽ 3 കുട്ടികൾ ഉണ്ട് എന്ന് പറയും. ഒരാളാണെങ്കിൽ കുട്ടി ഉണ്ട് എന്ന് പറയും. ദേ ഹാവ് 1 ചൈൽഡ് എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പറയും? ദേ ഹാവ് 3 ചിൽഡ്രൻ എന്ന് പറയും അല്ലേ? അപ്പോൾ ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒന്നുണ്ട്, ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ? അത് നമ്മൾ ഫാമിലിയിലും ഇല്ലേ? അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ലെസണിലും പഠിക്കാനുള്ളത്. ഇംഗ്ലീഷ് ലെസണിൽ എന്താ പഠിക്കാമെന്ന് അറിയാമോ? സിംഗുലർ ആൻഡ് പ്ലൂരൽ അതാണ് പഠിക്കാനുള്ളത്. രസമാണല്ലേ? സിംഗുലർ ആൻഡ് പ്ലൂരൽ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. സിംഗുലർ എന്ന് പറഞ്ഞാൽ 1, ഓൺലി 1 എന്നർത്ഥം. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ മെനി, മോർ ദാൻ 1, ഒന്നിനേക്കാൾ കൂടുതൽ എന്നർത്ഥം. പിന്നെ അർത്ഥം സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം. എന്താണ്? ഏകവചനം. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. അതും അർത്ഥം തന്നെയാണ്. 1, ഒന്നിൽ കൂടുതൽ. ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 2 ആവാം, 100 ആവാം, അതിലപ്പുറം ആവാം, ഏത് സംഖ്യയും ആവാം. ഒന്നിൽ കൂടുതലായാൽ എന്താണ്? മെനിയാണ്. 1 ആണെങ്കിൽ 1 എന്ന് പറയും. ഒന്നിൽ കൂടുതലാണെങ്കിൽ മെനി എന്നാണ് പറയുക. 1 ഓർ മെനി. ലെസണിൻ്റെ പേരാണ്. അവർ ലെസൺസ് നെയിം ഈസ് സിംഗുലർ ആൻഡ് പ്ലൂരൽ. ഏകവചനവും ബഹുവചനവും. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് ഏകവചനാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ബഹുവചനമാണ്. അപ്പോൾ ഒരു കുട്ടിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ 1 ചൈൽഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിംഗുലർ. അവർക്ക് 2 കുട്ടികൾ 3 കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്ലൂരൽ. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഓക്കെ, രസകരമായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെയാണ് സിംഗുലർ എന്നും പ്ലൂറൽ എന്നും സ്പെല്ലിങ്. സിംഗുലർ SINGULAR സിംഗുലർ, PLURAL പ്ലൂരൽ. സിംഗുലർ ആൻഡ് പ്ലൂരൽ. സിംഗുലർ മീൻസ്, സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകവചനം, ഒറ്റയ്ക്ക്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം, ഒന്നിൽ കൂടുതൽ. സിംഗുലർ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ? 1. സിംഗുലർ മീൻസ് 1, ONE 1. Then plural means many, MANY, many. ഇപ്പോൾ 1 ഓർ മെനി, ഒന്നുണ്ട്, ഒന്നിൽ കൂടുതൽ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നിനെന്താണ് പറയുക നമ്മൾ? സിംഗുലർ. ഒന്നിൽ കൂടുതലാവുമ്പോൾ പ്ലൂരൽ എന്ന് പറയും. അപ്പോൾ സിംഗുലറും പ്ലൂറലുമാണ് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി അതിന് പ്രത്യേകത ഉണ്ട്. യൂസ് ചെയ്യുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ പ്രത്യേകത ഉണ്ട്. എന്താണ്? സിംഗുലർ 1 തിങ് ഓർ 1 പേഴ്സൺ, ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറയുന്നതാണ്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ 2 ഓർ മോർ തിങ്സ് ഓർ പേഴ്സൺസ്. 2 എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. 2 ആവാം, എത്രയോ സംഖ്യ വേണമെങ്കിലും അത്ര സാധനങ്ങളും, മനുഷ്യരാണെങ്കിൽ മനുഷ്യരെയൊക്കെ കൂടി ചേർത്ത് പറയുന്നതാണ്. അപ്പോൾ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഓൺലി 1, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ മെനി, ഒന്നിൽ കൂടുതൽ, മോർ ദാൻ 1. ഓക്കെ. പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ എന്താണ്? സിംഗുലറിനോടൊപ്പം യെസ് ചേർത്താൽ പ്ലൂറലാവുന്നതുണ്ട്. സിംഗുലറിനോടൊപ്പം ES ചേർത്താൽ പ്ലൂറലാവുന്നതുണ്ട്. ഏകവചനത്തോടൊപ്പം എസ് ചേർത്താൽ ബഹുവചനമാവുന്നതുണ്ട്. ഏകവചനത്തോടൊപ്പം ES എന്ന ലെറ്റർ ചേർത്താൽ ബഹുവചനമാവുന്നതുണ്ട്. അപ്പോൾ അതിങ്ങനെയാണ് പറയുക. എങ്ങനെയാണ് പറയുക? എന്താണ്? പ്ലൂരൽ ഫോംഡ് ബൈ ആഡിങ് S. പ്ലൂരൽ ഫോംഡ് ബൈ ആഡിങ് S. സിംഗുലറിനൊപ്പം S എന്ന ലെറ്റർ ചേർക്കുമ്പോൾ പ്ലൂരലാകുന്നത്. ദെൻ സിംഗുലർ, എ പ്ലൂരൽ ഫോംഡ് ബൈ
ആഡിങ് ഇഎസ്. സിംഗുലറിനോടൊപ്പം ഇഎസ് ചേർക്കുമ്പോൾ പ്ലൂറലാകുന്നു. ഇഎസ് കണ്ടില്ലേ, റെഡിൽ എഴുതിയിരിക്കുന്നു ഇഎസ് എന്ന്. ഓക്കെ, അപ്പോൾ ഒന്നെങ്ങനെയാണ് യെസ് എന്നുള്ള സിംഗുലർ ഫോമിനോടൊപ്പം യെസ് ചേർക്കുമ്പോൾ പ്ലൂറലാകുന്നുണ്ട്. സിംഗുലർ ഫോമിനോടൊപ്പം ഇഎസ് ചേർക്കുമ്പോൾ പ്ലൂറലാവുന്നതുണ്ട്. ഓക്കെ, രണ്ട് തരത്തിലും നിങ്ങൾക്ക് ഈ ലെസണിൽ പഠിക്കാനുണ്ട്. എസ് എന്നും ഇഎസ് എന്നും ചേർക്കണം. രസകരാണേ. നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ക്ലാസ്. ദെൻ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് യെസ്, ആപ്പിൾ അല്ലേ? ആപ്പിൾ, APPLE, ആപ്പിൾ. വാട്ട് ആർ ദീസ് പിക്ചേഴ്സ്? എന്താണ്? ദീസ് ആർ ആപ്പിൾസ് അല്ലേ? ആപ്പിൾസ്. ദിസ് ഈസ് ആപ്പിൾ. 1 ആപ്പിളാണ് അല്ലേ? 1 ആപ്പിൾ. ദീസ് ആർ ആപ്പിൾസ്. 1 കൊടുത്തിട്ട് എപ്പോണ്ടോ ആപ്പിളിനോടൊപ്പം APPLE കണ്ടോ, എസ് ചേർക്കുന്നുണ്ട്. ഇവിടെ എസ് ചേർത്തപ്പോൾ എന്താവുന്നു? ബഹുവചനമാകുന്നു, ഒന്നിൽ കൂടുതലാകുന്നു. ഇവിടെ ആപ്പിൾ എന്ന് മാത്രം. അതിനോടൊപ്പം എസ് ചേർത്തപ്പോൾ എന്തായി? അതിൻ്റെ പ്ലൂരൽ ആയി. അപ്പോൾ ആപ്പിൾസ് എസ് ചേർത്തിരിക്കണം. സിംഗുലർ ആപ്പിൾ, ആപ്പിൾസ്, പ്ലൂരൽ. Can you understand? Okay. Then which is the next? ആപ്പിൾ അറിയാലല്ലേ? ആപ്പിൾ നമ്മൾ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ടല്ലേ? ആപ്പിൾ നല്ലൊരു ഫ്രൂട്ടാണ്. നമുക്ക് വിറ്റാമിൻസ് ഒക്കെ തരുന്നതാണ് അല്ലേ? നിത്യേന ഒരു ആപ്പിൾ കഴിച്ചൊരു ഡോക്ടറെ നമുക്ക് ഒഴിവാക്കാന്നൊക്കെയാണ് പറയണത്. ആപ്പിളിൻ്റെ പ്രത്യേകത അല്ലേ? നല്ല ഫ്രൂട്ടാണല്ലേ? റെഡ് കളറിൽ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദിസ്? യെസ്, ബോൾ അല്ലേ? BALL, ബോൾ. ബോൾ കളിക്കാറില്ല നിങ്ങൾ? പലതരം ബോളുകളുണ്ടല്ലേ? ഒരു പ്ലേ മെറ്റീരിയലാണ് അല്ലേ? പലതരം ബോളുകളുണ്ട്. ഇതെന്താ അറിയാമോ? ബോൾസ്. വാട്ട് ആർ ദീസ്? ബോൾസ്. ഇവിടെ എന്താണ് സ്പെല്ലിങ് വന്നത്? BALL, ബോൾ. BALL, ബോൾ. ഇവിടെ നോക്കൂ, BALL എസ് വന്നിട്ടുണ്ടോ? എസ് എന്ന് ചേർത്തപ്പോൾ എന്തായി? പ്ലൂരലായി. ബോൾ ഈസ് സിംഗുലർ, ദെൻ ബോൾസ് പ്ലൂരൽ. ഇവിടെ ബോൾസ് പറഞ്ഞാൽ പന്തുകൾ അല്ലേ? ഇവിടെ ഓൺലി വണ്ണേ ഉള്ളൂ ബോള്. ഇവിടെ ബോൾസ് മെനി ഉണ്ടല്ലേ? ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ എസ് ചേർത്തിരിക്കും. അപ്പോൾ എസ് ചേർത്തപ്പോൾ അത് പ്ലൂരലായി. ബോൾ എന്ന് എഴുതുമ്പോൾ എന്താണ്? സിംഗുലറാണ്. ബോൾസ് എന്ന് എഴുതിയപ്പോൾ എന്തായി? പ്ലൂരലായി, പന്തുകളായി അല്ലേ? പലതരം പന്തുകളുണ്ടല്ലേ? പലതരം പന്ത് കൊണ്ടുള്ള കളികളുണ്ടല്ലേ? ഫുട്ബോളുണ്ട്, ബാസ്കറ്റ് ബോളുണ്ട്, വോളിബോൾ ഉണ്ട് അല്ലേ? ക്രിക്കറ്റ് ബോൾ വേറെ ഉണ്ട് അല്ലേ? അങ്ങനെ പലതരം ബോളുകളുണ്ട്. നിങ്ങളും കളിക്കാറുണ്ടല്ലോ അല്ലേ? അപ്പോൾ ബോൾ സിംഗുലർ, എൻ്റെ പ്ലൂറൽ എന്താണ്? ബോൾസ്. എസ് എന്ന് ചേർത്തിരിക്കുന്നു അല്ലേ? നെക്സ്റ്റ് ചിത്രം നോക്കൂ. വാട്ട് ഈസ് ദീസ്? എന്താണ് ഇത്? ബഗ്ഗാണ് കേട്ടോ. പലതരം ബഗ് എന്ന് പറഞ്ഞാൽ മൂട്ടാന്നർത്ഥം. അങ്ങനെ ഈ വർഗത്തിൽപ്പെട്ട പലതരം ജീവികളുണ്ട്. ബഗ് എന്ന് പറയുന്നത് തന്നെ പല വെറൈറ്റി ഉണ്ട്. നിങ്ങളുടെ ബുക്കിനകത്ത് വേറെ തരം ബഗ്ഗാണ്. ഇതും ബഗ് തന്നെയാണ് കേട്ടോ. അതും ബഗ്ഗാണ്, ഇതും ബഗ്ഗാണ്. ബഗ്, BUG, ബഗ് കണ്ടോ? അതുതരം മൂട്ടയാണ് ബഗ്. ഇതെന്താണ്? ഇത് 1 ആണ്, ഇത് മെനിയാണ് അല്ലേ? എന്താണ്? ബഗ്സ്. എന്താവുന്നു? ബഗ്സ്. ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ എന്താണ്? ബഗ്സ്. മെനി ധാരാളം. എസ് ചേർത്തപ്പോൾ നോക്കൂ, എസ് ചേർത്തപ്പോൾ എന്തായി? പ്ലൂറലായി. ബഗ്, BUG, ബഗ് സിംഗുലർ, BUGS ബഗ്സ്. എസ് ചേർത്താണ് അപ്പോൾ ഇത് പ്ലൂറലായത്. കണ്ടോ? അപ്പോൾ ഒരു ഇൻസെക്റ്റാണല്ലേ? ഷഡ്പദങ്ങളിൽ പെട്ടാണ് 6 കാലൊക്കെയുള്ള ഒരു ഇൻസെക്റ്റാണ്. ഇത് പല വെറൈറ്റി ഉണ്ട്. മൂട്ടാന്നും പറയും അല്ലേ? ബഗ്സ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ ഇങ്ങനെ അരിച്ച് നടക്കുന്നത്? അപ്പോൾ ബഗ് ഈസ് സിംഗുലർ, ബഡ്സ് എന്താണ്? ബഗ്സ് പ്ലൂരൽ. എസ് ചേർത്തപ്പോൾ പ്ലൂരലായി അല്ലേ? ഓക്കെ. 1 മെനി. വാട്ട് ആർ ദീസ്? എന്താണ്? സ്റ്റാർ അല്ലേ? സ്റ്റാറിലെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നല്ലേ? എപ്പോഴാണ് സ്റ്റാറിനെ കാണുക? കേട്ടിട്ടില്ലേ? പദ്യം പഠിച്ചിട്ടില്ലേ? എപ്പോഴാണ് നമ്മൾ സ്റ്റാറിനെ കാണുക? നൈറ്റിലാണല്ലേ? നൈറ്റിൽ ഇങ്ങനെ മിന്നി തിളങ്ങും അല്ലേ? മിന്നി തിളങ്ങും അല്ലേ? നമുക്കിതിലാണെങ്കിൽ ഇത് റെഡ് കളറാണ് ശരിക്കും. മിന്നി തിളങ്ങും. ഇങ്ങനെ പല കളറിലായിട്ടില്ലേ? നീല കളറാണ് അധികം തോന്നിക്കുക അല്ലേ? മിന്നി തിളങ്ങൂല്ലേ ആകാശത്ത്? അപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നക്ഷത്രം. ഇത് നോക്കൂ, ഇത് 1 ആണ് അല്ലേ? 1 ആണ്. ഇത് സിംഗുലർ ആണ്, STAR, സ്റ്റാർ.
STAR സ്റ്റാർ, 1 ആണിത്, ഒന്നേ ഉള്ളൂ അല്ലേ. ദെൻ ഒരുപാടുണ്ട്, ഇത് 1 ആണ്, അത് മെനി ഉണ്ട് അല്ലേ, ധാരാളം ഉണ്ടല്ലേ. അപ്പം എന്താ പറയുക, സ്റ്റാർസ്. എന്താ പറയുക, സ്റ്റാർസ്, STARS സ്റ്റാർസ്. അപ്പോഴെന്താണ് എസ് ചേർത്ത കണ്ടില്ലേ, എസ് ചേർത്തപ്പം പ്ലൂരലായി. സ്റ്റാർ എന്ന് പറയുമ്പോൾ 1 ആണല്ലേ, നക്ഷത്രം. സ്റ്റാർസ് എസ് ചേർത്തിരിക്കുന്നു കണ്ടില്ലേ. അപ്പോൾ സ്റ്റാർസ് നക്ഷത്രങ്ങൾ അല്ലേ, ആകാശത്ത് ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങുന്നു, രാത്രിയിൽ നമുക്ക് കാണാം അല്ലേ, മിന്നി തിളങ്ങുന്നത് കാണാം അല്ലേ. ഇപ്പോൾ സ്റ്റാർസ്, സ്റ്റാർ 1, സ്റ്റാർസ് മെനി, സ്റ്റാർ സിംഗുലർ, സ്റ്റാർസ് പ്ലൂരൽ. അപ്പോൾ നമ്മളെന്താ പഠിച്ചത്, നമ്മൾ പഠിച്ചത് സിംഗുലിനോടൊപ്പം അല്ലേ, അതുപോലെ ഏകവചനത്തിനോടൊപ്പം എസ് ചേർത്താൽ കിട്ടുന്നതാണ് അതിൻ്റെ പ്ലൂരൽ. പിന്നെ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ES അല്ലേ, സിംഗുലറിനോടൊപ്പം എസ് ചേർത്താൽ എന്ത് കിട്ടും, പ്ലൂരൽ കിട്ടും. 2 തരത്തിലും കിട്ടുന്നത് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഏകവചനത്തിനോടൊപ്പം എസ് ചേർത്താൽ കിട്ടുന്ന ബഹുവചനവുമുണ്ട്, ഏകവചനത്തിനോടൊപ്പം ES എന്ന് കിട്ടുന്ന ബഹുവചനവുമുണ്ട് അല്ലേ. അപ്പോൾ എസ് എന്നും ES എന്നും ചേർക്കുന്നു. അപ്പോൾ നമ്മൾ എസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, ബോൾ, ആപ്പിൾ, ആപ്പിൾസായി, ബോൾ, ബോൾസ്, ബഗ്, ബഗ്സ്, സ്റ്റാർട്സ്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ES എന്ന് ചേർത്താൽ കിട്ടുന്നതാണ് അല്ലേ. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് പ്ലൂരൽ ഫോംഡ് ബൈ യെസ് അല്ലേ, യെസ് ചേർത്തിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് പ്ലൂരൽ ഫോംഡ് ബൈ യെസ്. ES റെഡിൽ കണ്ടില്ലേ, ES ചേർക്കുമ്പോൾ എങ്ങനെയാണ് പ്ലൂരലാവുന്നത് എന്നാണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് പിക്ചർ ഇസ് ദിസ്, യെസ് ഗ്ലാസ് അല്ലേ, GLASS ഗ്ലാസ് അല്ലേ, അത് 1 ആണ് അല്ലേ. മെനി ആകുമ്പോൾ നോക്ക് എന്താവുക, ഗ്ലാസസ്. എന്താണാവുക, ഗ്ലാസസ്, GLASSES കണ്ട, ES ചേർത്തിരിക്കണു. അപ്പോഴാണ് ഇത് 1 ആണ്. ഇത് അതിൻ്റെ മെനി ആവുമ്പോൾ ES ഗ്ലാസസ്, ഗ്ലാസ് 1 ഉള്ളൂ, ഗ്ലാസ്, ഗ്ലാസസ് ഗ്ലാസുകൾ അല്ലേ. പലതരം ഗ്ലാസ്സുകളുണ്ടല്ലേ, കുപ്പി ഗ്ലാസ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, സ്റ്റീലുണ്ട് അല്ലേ, പലതരം ഗ്ലാസ്സുകളുണ്ട്. പിന്നെ പല കളറിൽ കിട്ടും അല്ലേ ഗ്ലാസ്സുകൾ, കുപ്പി തന്നെ പല കളറിൽ കിട്ടും, നല്ല ഭംഗിയുള്ള ഗ്ലാസ്സുകൾ ഉണ്ടാവും. ഗ്ലാസ്സിലാണോ കപ്പിലാണോ മിൽക്കും കോഫിയൊക്കെ കുടിക്കുന്നത്? കുപ്പി ഗ്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അത് പൊട്ടിയിട്ടൊന്നും കയ്യിൽ നിന്ന് വീണ് പൊട്ടുകയും അത് പൊട്ടിയത് കയ്യിലാവുകയെന്ന് അരുത്, അപകടമാണ്. അപ്പോൾ ഇതേത് ഗ്ലാസ്, അത് കുപ്പി ഗ്ലാസ്സാണ്, പലതരം ഗ്ലാസ്സുകളുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഗ്ലാസ്, GLASS ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അതിൻ്റെ പ്ലൂറൽ എന്താണ്, ഗ്ലാസസ്. എന്താണ്, ഗ്ലാസസ്. ഗ്ലാസ്സിനോടൊപ്പം, ഗ്ലാസ് എന്ന ലെറ്ററോടൊപ്പം ES ചേർക്കുന്നു അല്ലേ, അപ്പോൾ ഗ്ലാസസ് എന്നായി. അപ്പോൾ എസ് എന്ന് ചേർത്താലും പ്ലൂറൽ കിട്ടും, ES എന്ന് ചേർത്താലും കിട്ടും. അപ്പോൾ ഗ്ലാസ്, ഗ്ലാസസ്. which picture is this, yes ബോക്സ്. എന്താണ്, ബോക്സ്, BOX ബോക്സ് പറഞ്ഞാൽ പെട്ടി. പെട്ടിയും പലതരം ഉണ്ടല്ലേ, പലതരം പെട്ടികളുണ്ട്. നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്, വേണ്ടി വരും അല്ലേ. പിന്നെ ഡ്രസ്സ് ഇടുന്ന പെട്ടികളുണ്ട്, സാധനങ്ങൾ വയ്ക്കുന്ന പെട്ടികളുണ്ട്, പലതരം പെട്ടി, പോസ്റ്റ് ബോക്സ് ഉണ്ട് അല്ലേ, അങ്ങനെ പലതരം പെട്ടികളുണ്ട്. ബോക്സ് എന്ന് പറഞ്ഞാൽ പെട്ടി, BOX ബോക്സ്. കണ്ടോ ഒരു പെട്ടി നോക്കൂ, യെസ്. ഇതെന്താണ്, ഇത് 1 ആണല്ലേ, ഇത് 1 ബോക്സ് ആണല്ലേ, ഇത് സിംഗുലർ ആണ് അല്ലേ. ഇവിടെയോ മെനി നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം എന്താ പറയുക അറിയാമോ, ബോക്സസ്. എന്താ പറയുക, ബോക്സസ്. കണ്ടോ, BOXES കണ്ടോ, ES എന്ന് ചേർത്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ BOXEX ബോക്സസ്. അപ്പോൾ നമ്മൾ പ്ലൂറലാവാൻ വേണ്ടി ES ചേർത്തു അല്ലേ. അപ്പോൾ ബോക്സ് ഇസ് 1 അല്ലേ, 1 സിംഗുലർ. പ്ലൂറൽ എന്താണ്, ബോക്സസ്. എന്താണ്, ബോക്സസ്. പലതരം പെട്ടികളുണ്ട്. ബോക്സ് എന്ന് പറഞ്ഞാൽ പെട്ടികൾ, ബോക്സ് പെട്ടി. യെസ്, വാട്ട് ഈസ് ദീസ്, ദിസ് എ മാംഗോ അല്ലേ, മാംഗോ അല്ലേ. മാംഗോ ഇസ് അവർ നാഷണൽ ഫ്രൂട്ടാണല്ലേ. ഇതിനകത്ത് ഒരു 1 സീഡ് ഉണ്ട്, വലിയൊരു സീഡ് ഉണ്ട്, ഒറ്റ വിത്തേ ഉള്ളൂ അല്ലേ. മാംഗോ സ്പെല്ലിംഗ് എന്താണ്, MANGO മാംഗോ. ഓൺലി 1 അല്ലേ ഉള്ളൂ അല്ലേ, മാംഗോ പറഞ്ഞാൽ 1 അല്ലേ ഉള്ളൂ അല്ലേ. ദീസ് മാംഗോസ് അല്ലേ, മാംഗോസ് ഒന്നിൽ കൂടുതലുണ്ട് അല്ലേ, മെനിയാണ്. ദിസ് ഈസ് 1 അല്ലേ, ഓൺലി 1 ഉള്ളൂ. ഇത് മെനിയാണ് അല്ലേ, മെനി ധാരാളം ഉണ്ട്. എന്താണ്, MANGO
ES കണ്ടോ, ES ചേർത്തത് പ്ലൂരൽ. ഈ മാംഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലറാണ്, സിംഗുലർ. അത് പ്ലൂറലാകുമ്പോൾ എന്താണ്? മാംഗോസ്. കണ്ടോ, മാങ്ങകൾ അല്ലേ. മാങ്ങ എങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾ? പച്ചയായിട്ട് കഴിക്കും അല്ലേ, പഴുത്ത് കഴിക്കും, കറി വെച്ച് കഴിക്കും, അച്ചാറിടും, പച്ചക്ക് തന്നെ തിന്നും അല്ലേ, ചമ്മന്തിയാക്കും, ഉണക്കി സൂക്ഷിക്കും അല്ലേ. പഴുത്ത മാങ്ങയും കറി വയ്ക്കും, പച്ചമാങ്ങയും കറി വയ്ക്കും അല്ലേ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സ്വാദിഷ്ടമാണല്ലേ. എങ്ങനെയായാലും പഴുത്ത നല്ല സ്വാദാണ്, ഇത് നല്ല പുളിപ്പാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ നാഷണൽ ഫ്രൂട്ടാണ് മാംഗോ. വലിയ ഒരു വിത്തുണ്ട് ഇതിനകത്ത് അല്ലേ. പലതരത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, ഉണക്കിയും ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും. അതാണ്. അപ്പോൾ മാംഗോ MANGO സ്പെല്ലിങ് മാംഗോ 1 ആണ്, 1 പ്ലൂരൽ. സിംഗുലർ. സിംഗുലറിൽ പറയുമ്പോൾ മാംഗോ 1 ആണ്. ദെൻ പ്ലൂരൽ പറയുമ്പോൾ എന്തായിരിക്കും? മാംഗോസ്. ES ചേർത്താൽ അതിൻ്റെ പ്ലൂരലാവും. മാംഗോസ്, മാങ്ങകൾ അല്ലേ. ഗ്രീൻ കളർ തന്നെയാണ് അത്, പച്ചയായിരിക്കുമ്പോൾ അല്ലെ, പഴുക്കുമ്പോഴാണ് യെല്ലോ കളറിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ മാംഗോ, മാംഗോസ് സിംഗുലറും പ്ലൂരലുമായി. ദെൻ വാട്ട് ഈസ് ദീസ്? ദിസ് ഒരു ഡിഷ് അല്ലേ, ഒരു പ്ലേറ്റ് അല്ലേ, ഒരു പ്ലേറ്റാണ്. പ്ലേറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിഷ്, DISH ഡിഷ്. ഇത് 1 ആണ് അല്ലേ, ഇത് സിംഗുലറാണ്. 1 അല്ലേ, 1 തിങ് അല്ലേ ഉള്ളൂ, 1 ഡിഷ് അല്ലേ ഉള്ളൂ, 1 പ്ലേറ്റ് അല്ലേ ഉള്ളൂ. ഓക്കെ, ഡിഷ്, DISH ഡിഷ്, പാത്രം, പ്ലേറ്റ് എന്നർത്ഥം. വാട്ട് ആർ ദീസ്? അതിൻ്റെ പ്ലൂരല്ലേ, DISHES അല്ലേ, DISHES കണ്ടോ, ES ചേർത്തപ്പോൾ അത് പ്ലൂരലായി. ഇവിടെ DISH ആകുമ്പോൾ ഡിഷ് മാത്രമേ ഉള്ളൂ, ES കൂടി ചേർത്തപ്പോൾ എന്തായി? ഡിഷസ് എന്നായി, പാത്രങ്ങൾ അല്ലേ, മെനിയാണ് അല്ലേ. ദിസ് ഈസ് ഓൺലി 1 പ്ലേറ്റ് അല്ലേ. ദെൻ ദീസ് ആർ മെനി നമ്പേഴ്സ് അല്ലേ, 1 മോർ അല്ലേ, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ ഡിഷ് എന്ന് പറഞ്ഞാൽ പാത്രം, ഡിഷസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ. പാത്രങ്ങളൊക്കെ എന്തിനാ ഉപയോഗിക്കാം? നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അല്ലേ, ഫുഡ് കഴിക്കാം, പലഹാരം കഴിക്കാം അല്ലേ, അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഡിഷസ് അല്ലേ. പലതരം ഡിഷസ് ഉണ്ട്, അലുമിനിയം ഉണ്ട്, സ്റ്റീലുണ്ട്, പിന്നെ നല്ല എന്താ പറയുക, സിറാമിക്സ് കൊണ്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള നല്ല പാത്രങ്ങളുണ്ട് അല്ലേ. ഒരുപാട് പാത്രങ്ങളുണ്ട് വീട്ടിലും അല്ലേ. അപ്പോൾ എന്താണ് പാത്രങ്ങൾ എന്ന് പറയുക? പാത്രങ്ങൾ എന്താണ് വാക്ക്? ഡിഷ് എന്നാണ്. ഡിഷ്, DISH. ഇത് ഓൺലി 1 ആയതുകൊണ്ട് ഇതാണ് സിംഗുലർ എന്ന് പറയുന്നു. മോർ ദാൻ 1 ആകുമ്പോൾ അല്ലെങ്കിൽ മെനി ആകുമ്പോൾ എന്ത് പറയുന്നു? ഡിഷസ് എന്ന് പറയുന്നു അല്ലേ. ഒന്നിൽ കൂടുതൽ പാത്രങ്ങളുണ്ട് അല്ലേ, ഡിഷസ്. ES ചേർത്തുള്ള മറ്റൊരു വാക്ക് ഡിഷസ്. അപ്പോൾ സിംഗുലർ ഡിഷാണ്, പ്ലൂരൽ ഡിഷസ് എന്നാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വാക്കുകൾ കാണിച്ചാൽ നിൽക്കാം. നിങ്ങൾ സിംഗുലർ ആണോ പ്ലൂരലാണോ നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾ പറയണം കേട്ടോ, സിംഗുലർ ആണോ പ്ലൂരലാണോ എന്ന് ഞാനിങ്ങനെ കാണിച്ചു തരാം. വാട്ട് ആർ ദീസ്? ഇത് ഡോൾസ് ആണോ ഡോളാണോ ഇത്? യെസ്, ഡോൾസ് അല്ലേ, അത് പ്ലൂരലാണ് അല്ലേ. പ്ലൂരലാണ് അതില്ലേ, ഒന്നിൽ കൂടുതലില്ലേ, മെനി നമ്പർ ഉണ്ടല്ലേ, അതുകൊണ്ട് നമ്മൾ ഡോൾസ് എന്ന് പറയും. ഡോൾസിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്, DOLSS അല്ലേ. അതെ, DOLLS അല്ലേ, എസ് ചേർത്ത് പ്ലൂരലാക്കുന്നത് ഡോൾസ്. ഡോൾസാണിത് കേട്ടോ. അപ്പോൾ ഡോൾ എന്നല്ല, ഡോളും ഡോൾസും ഏതൊക്കെ ഇത് കറക്റ്റ്? ഡോൾസ് ആണ് ഇതിൽ കറക്റ്റ് അല്ലേ. ഇത് ഹൗ മെനി നമ്പേഴ്സ് ആർ ദീസ്? ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? കാർ അല്ലേ. ഇത് കാറാണോ കാർസ് എന്നാണോ വായിക്കുക? CAR, കാർ. ഒരു കാറല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് എന്താണ്? സിംഗുലർ ആണ് അല്ലേ, അതുകൊണ്ട് കാർ എന്നേ പറയുള്ളൂ അല്ലേ. ഒന്നിൽ കൂടുതലാണെങ്കിൽ കാർസ് എന്ന് പറയും. അപ്പോൾ ഇതിൽ കാർസ് എന്ന് പറയും. ഏതെഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതണം കാർ അല്ലേ, ഓൺലി 1 കാർ അല്ലേ. അപ്പോൾ ഇത് സിംഗുലറാണ്. പ്ലൂറലാണോ സിംഗുലറാണോ? വാട്ട് പിക്ചർ ഈസ് ദിസ്? യെസ്, ക്യാറ്റ്സ് അല്ലേ. ക്യാറ്റ്സ് സിംഗുലറാണോ പ്ലൂറലാണോ? ഇത് പ്ലൂരലാണല്ലേ, അതുകൊണ്ടാണ് യെസ് ചേർത്തിരിക്കുന്നത് അല്ലേ. ക്യാറ്റ്സ്, പൂച്ചകൾ അല്ലേ. അപ്പം ക്യാറ്റും ക്യാറ്റ്സും തന്നെ നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതാ എഴുതുന്നത്? ക്യാറ്റ്സ് കണ്ടോ, യെസ് ചേർത്തിട്ട്. ഇത് പ്ലൂരലാണല്ലേ, ക്യാറ്റ്സ് ആണിത്. ക്യാറ്റ്സ് കണ്ടില്ലേ? യെസ്. What are these? These pictures? യെസ്, എലികളാണല്ലേ. എന്താ പറയുക? അത് എലിയാണോ എലികളാണോ? സിംഗുലർ ആണോ പ്ലൂറലാണോ? എലിയാണോ എലികളാണോ? യെസ്, എലികളാണല്ലേ.
റാറ്റ്സ് ആണല്ലേ. സ്പെല്ലിംഗ് നോക്കാം നമുക്ക്. റാറ്റ്സ്, ഇതാണ് RATS, റാറ്റ്സ്. അപ്പോൾ ഇത് സിംഗുലറാ പ്ലൂറലാണല്ലോ. അപ്പോൾ റാറ്റ് എന്നും റാറ്റ്സ് എന്ന് നിങ്ങൾ ഏത് എഴുതും? റാറ്റ്സ് എന്ന് എഴുതുന്നുണ്ട്. S ചേർത്തിട്ട് പ്ലൂറലായിരിക്കണം. അപ്പോൾ റാറ്റ്സ് എന്നാണ് ഇത് അല്ലേ, പ്ലൂറലാണ്. എലികൾ. അപ്പോൾ റാറ്റ് എന്നും റാറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? റാറ്റ്സ്, S ഉള്ളതാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. What picture is this? What picture is this? ഇത് പെട്ടികളാണല്ലേ. പെട്ടികൾ, ബോക്സസ് ആണല്ലേ. ഇത് സിംഗുലർ ആണോ പ്ലൂറലാണോ? ഇതും പ്ലൂറലാണല്ലേ. എന്താണ്? പെട്ടികളല്ലേ അല്ലേ, പെട്ടികളാണ്. ഒരു പെട്ടിയല്ലല്ലോ, പെട്ടികളാണ്. നമ്മൾ എന്താ പറയുക? യെസ്, ബോക്സസ്. എന്താ പറയുക? ബോക്സസ് അല്ലേ. ES ചേർത്തിട്ട് പ്ലൂറലാണ്. ഇത് പ്ലൂറലാണ്, ബോക്സസ്. അപ്പോൾ ബോക്സ് എന്നും ബോക്സസ് എന്നും നിങ്ങൾ ഇത് എഴുതണം, ബോക്സസ് എന്ന് എഴുതണം കേട്ടോ. ഇത് പ്ലൂറലാണ്, ബോക്സസ്, പെട്ടികളാണ്. ഓക്കെ. വാട്ട് ഈസ് ദിസ്? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ബെഡാണ്. ബെഡ് എത്ര ഉണ്ട്? ഹൗ മെനി നമ്പേഴ്സ്? പ്ലൂറലാണോ സിംഗുലറാണോ? ഇത് ഏകവചനമാണോ ബഹുവചനാണോ? ഇത് ഇത് ഒന്നല്ലേ ഉള്ളൂ. ഇത് സിംഗുലർ ആണല്ലേ. ഇതിനെന്താണ് പറയുക? ബെഡ് എന്നാണ് പറയുക. ബെഡ്, ഓൺലി വൺ അല്ലേ. അപ്പോൾ ബെഡ് എന്ന് ബെഡ്സ് എന്നാ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം? ബെഡ്. ഇത് സിംഗുലർ ആണല്ലേ. ബെഡ്, ഇതാ ബെഡ്. ഒരു കുട്ടിയനകത്ത് കിടക്കുന്നുണ്ട് അല്ലേ. ഓൺലി വൺ ബെഡ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? സിംഗുലർ ആണ് അല്ലേ, സിംഗുലർ ആണ്. അപ്പോൾ ബെഡ് എന്നും ബെഡ്സ് എന്നാ നിങ്ങൾ എഴുതാൻ പറഞ്ഞാൽ ഏത് എഴുതണം? ബെഡ് എന്ന് എഴുതാവുള്ളത്. ഇത് ഓൺലി വൺ അല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത് ബെഡ് എന്നാണ് എഴുതേണ്ടത്. ദെൻ വാട്ട് ആർ ദീസ്? പിക്ചർ മനസ്സിലാവുന്നുണ്ട് എന്താന്ന്? ഇതെന്താണ്? തക്കാളികളാണ്. തക്കാളിക്ക് എന്താ പറയുക? തക്കാളി എന്നുള്ളതിന് ടൊമാറ്റോ എന്ന് പറയുക. ഇത് വണ്ണാണോ? ഇത് വൺ മോറാണോ? ഇത് മെനിയല്ലേ അല്ലേ. അപ്പം എന്താണ് പറയുക നമ്മൾ? അത് പ്ലൂറലാണ്, ടൊമാറ്റോസ് എന്നാണ് പറയുക. എന്താ പറയുക? ടൊമാറ്റോസ്. ES ചേർത്തിട്ടുണ്ട്. ES ചേർത്തിട്ട് ടൊമാറ്റോസ്. ഇത് പ്ലൂറലാണ് അല്ലേ. ഇത് ഒന്നിൽ കൂടുതലുണ്ടല്ലോ അല്ലേ, അതുകൊണ്ട് ഇത് പ്ലൂറലാണ്, ടൊമാറ്റോസ്. അപ്പോൾ ടൊമാറ്റോ എന്നും ടൊമാറ്റോസ് എന്ന് തന്നാൽ നിങ്ങൾ ഏത് എഴുതണം? ടൊമാറ്റോസ്. ടൊമാറ്റോസ്, തക്കാളികൾ എന്ന് തന്നെ എഴുതണം. വാട്ട് ആർ ദീസ്? നിങ്ങൾ നേരത്തെ കണ്ടത് എന്താണ്? ഗ്ലാസസ് അല്ലേ. എന്താണ്? ഗ്ലാസസ്. അതെന്താണ്? മോർ നമ്പേഴ്സ് ഉണ്ടല്ലോ അല്ലേ. ഗ്ലാസും ഗ്ലാസസിലെ കണ്ട ES ചേർത്താണ് പ്ലൂറൽ അല്ലേ. കുറേ നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലാസസ്, ഗ്ലാസുകൾ എന്നാണ്. അപ്പം ഗ്ലാസ് എന്നും ഗ്ലാസും തന്നാൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം? ഗ്ലാസസ് അല്ലേ, ഗ്ലാസുകൾ എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. ഗ്ലാസസ്. വാട്ട് ആർ ദീസ്? മനസ്സിലാവുന്നുണ്ടോ? വാട്ട് ആർ ദീസ്? പഴങ്ങളാണ്. നേന്ത്രപ്പഴങ്ങൾ കണ്ടോ? മനസ്സിലാവുന്നില്ലേ? നേന്ത്രപ്പഴം. നമ്മൾ എന്താ പറയുക? നേന്ത്രപ്പഴത്തിൽ എന്താ പറയുക? ഇത് വണ്ണാണോ മെനിയാണോ? യെസ്, മെനി നമ്പേഴ്സ് അല്ലേ. ഇത് പ്ലൂറലാണ് അല്ലേ, ഒന്നല്ല. അപ്പം നമ്മൾ എന്താണ് പറയുക? ഒന്നാണെങ്കിൽ ബനാന എന്ന് പറയും. ഒന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, ബനാനാസ് എന്ന് പറയും അല്ലേ. ബനാനാസ് കണ്ട S ചേർത്ത് അത് പ്ലൂറലാക്കിയിട്ടുണ്ട്. ബനാന എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലറാണ്. ബനാനാസ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ് അല്ലേ. ബനാനാസ്, നേന്ത്രപ്പഴങ്ങൾ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബനാന എന്നും ബനാനാസ് എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് എഴുതണം? അത് തിരഞ്ഞെടുക്കേണ്ടത് ബനാനാസ് എന്നാണ്. എന്നാൽ പ്ലൂറലും സിംഗുലറും പഠിക്കും. മനസ്സിലായി? അപ്പം രണ്ട് തരത്തിലുണ്ട് പ്ലൂറൽ കണ്ടെത്തൽ. എങ്ങനെയൊക്കെയാണ്? ആഡിങ് എസ് ചേർത്തിട്ടുള്ള സിംഗുലറിനൊപ്പം S ചേർത്തിട്ടുള്ള പ്ലൂറലുമുണ്ട്. പിന്നെന്താണ്? ES ചേർത്താലും പ്ലൂറലാകും. അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്ലൂറലാക്കാൻ ബഹുവചനങ്ങളുണ്ട്. സിംഗുലർ മീൻസ് ഏകവചനം, പ്ലൂറൽ മീൻസ് ബഹുവചനം. അപ്പോൾ നമ്മുടെ സിംഗുലറിനോടൊപ്പം S ചേർത്താൽ പ്ലൂറലാകുന്നതുണ്ട്, സിംഗുലറിനോടൊപ്പം ES ചേർത്താലും പ്ലൂറലാകുന്നത്. ഈ രണ്ട് തരമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ.
ഇനി നിങ്ങൾക്ക് എക്സസൈസ് കൊടുക്കാനുള്ളതാണ് ലെറ്റസ് റിവൈസ് എന്ന് പറഞ്ഞിട്ട് എ എന്നും എന്നും ചേർക്കാൻ വേണ്ടിയിട്ട്. അത് മറന്നു പോയി കഴിഞ്ഞ ക്ലാസ്, അത് ഒരു എക്സസൈസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏൻ ചേർക്കുന്നതിൻ്റെ ഒപ്പമാണ് AEIOU ലെറ്റർ വരുമ്പോൾ അല്ലേ, AEIOU എന്നുള്ള ലെറ്റർ അത് വരുമ്പോഴാണ്, ഇതിൻ്റെ സൗണ്ട് വരുമ്പോഴാണ് നമ്മൾ ഏൻ ചേർക്കുക. അല്ലാത്തതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? എ ചേർക്കും. AEIOU എന്നുള്ള ഇതെന്താണ് വവൽസ് ആണ് അല്ലേ. ഇത് വരുന്ന ലെറ്ററിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? വേർഡ്സിൻ്റെ മുന്നിൽ നമ്മൾ ഏൻ ചേർക്കും. അല്ലാത്തത് ഇതിൻ്റെ മുന്നിൽ എ എന്നാണ് ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നോക്കട്ടെ. വാട്ട് പിക്ചർ ഈസ് ദീസ്? എന്താണ്? ആപ്പിൾ അല്ലേ, ആപ്പിളാണ്. ആപ്പിൾ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ എ ആണോ ഏനാണോ ചേർക്കുക എന്നാണ് ചോദ്യം. ആപ്പിളിൻ്റെ മുന്നിൽ നമ്മൾ ഇത് ചേർക്കും. യെസ്, ഏൻ. എന്താണ് കാരണം? എ എന്നത് എന്താണ്? വവൽ സൗണ്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങളത് ഫില്ല് ചെയ്യണം ബുക്കിനകത്ത് കേട്ടോ. ഏൻ ആപ്പിൾ എന്ന് ചേർക്കണം. വാട്ട് പിക്ചർ ഈസ് ദീസ്? ഇറ്റ്സ് എ പർപ്പിൾ കാർ എന്നാണ്. നേരത്തെ ആപ്പിൾ ആരാ കഴിക്കുന്ന പറയുമ്പോൾ ലിയ ഈറ്റ്സ് ഡാഷ് ആപ്പിൾ എന്നാണ്. ലിയ ഈറ്റ്സ് ആൻ ആപ്പിൾ ചേർക്കണം. ഇത് സിദ്ധാർത്ഥ് ഹാസ് ഡാഷ് പർപ്പിൾ കാർ എന്നാണ്. എ എന്നാണോ എന്നാണോ ചേർക്കുക ഈ പർപ്പിൾ കാറിൻ്റെ മുന്നിൽ? പർപ്പിൾ അല്ലെങ്കിൽ കാർ നല്ല മുന്നിൽ എ എന്നാണോ ഏനാണോ ചേർക്കുക? യെസ്, എ എന്നാണ് ചേർക്കുക. എന്താ കാരണം? അത് കൺസോണൻ്റ് ആണ് അല്ലേ, അതുകൊണ്ടാണ് എ ചേർക്കുന്നത് അല്ലേ. ഇനി വീണ സോ ഡാഷ് എലിഫൻറ്റ്, ഒരു എലിഫൻ്റ് ആണ് അല്ലേ. വീണ സോ ഡാഷ് എലിഫൻറ്റ് എന്ന് എന്താണ്? ഏനാണോ എ ആണോ ചേർക്കുക? എലിഫൻറ്റിൽ ലെറ്റർ ശ്രദ്ധിച്ചോളട്ടോ. എന്താണ്? ഇ എന്നാണല്ലേ. അപ്പോൾ നമ്മൾ AEIOU ആകുമ്പോൾ ഏത് ചേർക്കുക? ഏൻ അല്ലേ. അപ്പോൾ വീണ സോ ഏൻ എലിഫൻറ്റ് എന്നാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഫില്ല് ചെയ്യാനുള്ള എക്സസൈസ് ആണ് കേട്ടോ. ദെൻ വാട്ട് പിക്ചർ ഈസ് ദിസ്? ഇത് പറയണേ ദി ഡോഗ് പ്ലേസ് വിത്ത് ഡാഷ് ബോൾ. നായ കളിക്കായിരുന്നു ഇത്ര പന്ത് കെട്ടിയിട്ട്. അപ്പോൾ ഈ ബോളിൻ്റെ മുന്നിൽ ഏനാണോ എ ആണോ ചേർക്കുക എന്നാണ്. ബോളിൻ്റെ സ്പെല്ലിങ്ങാണ് നിങ്ങൾ ഓർക്കേണ്ടത്. BALL എന്നാണ് ബോളിൻ്റെ, അതിന് മീത് എഴുതിയിട്ടില്ലേ. അപ്പോൾ എ ബോൾ എന്നാണോ ഏൻ ബോൾ എന്ന് പറയാം? എ ബോൾ എന്നാണ് പറയല്ലേ. കാരണം എന്താണ്? ബി കൺസോണൻ്റ് ലെറ്റർ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എ എന്ന് എഴുതണം കേട്ടോ. ഇനി ദേ പ്ലേഡ് അണ്ടർ ഡാഷ് ട്രീ വരുമ്പോൾ TRE ആണ് വരിക അല്ലേ. ഇത് ട്രീ അല്ലേ. ട്രീയുടെ മുന്നിൽ നമ്മൾ എന്ത് ചേർക്കും? എ ആണോ ഏനാണോ ചേർക്കുക എന്നാണ്. എന്താണ് ചേർക്കുക? ട്രീ എന്ന് എഴുതുമ്പോൾ T അല്ലേ ആദ്യം വരിക, അതുകൊണ്ട് എ ചേർക്കും കേട്ടോ. എ എന്നാണ് ചേർക്കുക. വാട്ട് പിക്ചർ ഈസ് ദീസ്? റിയ ഈറ്റ്സ് ഡാഷ് ഓറഞ്ച് എന്നാണ്. ഇത് ഓറഞ്ച് അല്ലേ. എന്താ സ്പെല്ലിങ് വരിക? ORANG ആണ് ഓറഞ്ച് വരിക. അപ്പോൾ ഈ ഓറഞ്ച് എന്നതിന് മുന്നിൽ നമ്മൾ എന്ത് ചേർക്കണം? എ ആണോ ഏനാണോ ചേർക്കുക? ഏൻ ചേർക്കണം. എന്താ കാരണം? AEIOU എന്നുള്ള AEIOU ഇതാണ് വവ്വൽ സൗണ്ട്. ഈ വവ്വൽ സൗണ്ട് വരുമ്പോൾ എന്താണ് ചേർക്കേണ്ടത്? ഏനാണ് ചേർക്കേണ്ടത് അല്ലേ. ബാക്കിയുള്ളതിനൊക്കെ എ ചേർക്കണം. അപ്പം എന്താണ്? ലിയ ഈറ്റ്സ് ആൻ ആപ്പിൾ, സിദ്ധാർത്ഥ് ഹാസ് എ പർപ്പിൾ കാർ, വീണ സോ ആൻ എലിഫൻറ്റ്, ദി ഡോഗ് പ്ലേസ് വിത്ത് എ ബോൾ, ദേ പ്ലേഡ് അണ്ടർ എ ട്രീ, റിയ ഈറ്റ്സ് ആൻ ഓറഞ്ച്. അതിനകത്ത് പഠിക്കാനുള്ളത് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി സിംഗുലറും പ്ലൂറലും പറയാം. എന്താണ് സിംഗുലർ എന്ന് പറഞ്ഞാൽ? സിംഗുലറിന് വൺ തിങ് ആണ് സിംഗുലർ. വൺ തിങ് ആവാം, വൺ പേഴ്സൺ ആവാം. ദെൻ മോർ ദാൻ വൺ ആണ് എന്ത്? പ്ലൂരൽ. മോർ ദാൻ തിങ്ങും ആവാം, മോർ ദാൻ പേഴ്സൺസും ആവാം. ഓക്കെ, ഇപ്പോൾ വൺ ഓർ മെനി എന്നർത്ഥം. ഒന്നിൽ കൂടുതലോ. ഒന്നാണെങ്കിൽ എന്ത് പറയും? സിംഗുലറാണ്. മെനി ആണെങ്കിൽ പ്ലൂറലാണ്. ഇപ്പോൾ 2 ടൈപ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? സിംഗുലറിനോടൊപ്പം എസ് ചേർത്താൽ എന്ത് കിട്ടുന്നു? പ്ലൂറൽ കിട്ടുന്നതുമുണ്ട്. പിന്നെ സിംഗുലറിനൊപ്പം ES ചേർത്താൽ കിട്ടുന്നതുമുണ്ട്. ഉദാഹരണങ്ങൾ നമ്മൾ ആപ്പിൾസ്, ബോൾസ്, ബഗ്സ്, സ്റ്റാർസ്. ഇത്രയാണ് നിങ്ങൾക്ക് ബുക്കിനകത്ത് എസ് ചേർത്താൽ കിട്ടുന്ന പ്ലൂറൽ വേർഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ ES ചേർത്താലാണ്. ഏതൊക്കെയാണ് പ്ലൂറൽ? ഫോംഡ് ബൈ ആഡിങ് ES ചേർത്താൽ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസസ്, ബോക്സസ്, മാംഗോസ്, ഡിഷസ്. ഇത്രയും പദങ്ങളാണ് അതിനകത്ത് പഠിക്കാൻ പറ്റുക. ഞാൻ ചിത്രങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ സിംഗുലറും പ്ലൂറലും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ഇത് നോക്കിയിട്ട് ബുക്ക് നോക്കുക. സിംഗുലർ പ്ലൂറൽ എന്ന ലെസൻ്റെ പേര് പേജ് നമ്പർ 27 ആണ്. നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി വായിച്ച് നോക്കണം. ഓക്കെ, മനസ്സിലാക്കേണ്ടത് എസ് ചേർക്കുന്നതും ES ചേർക്കുന്നതും. 1 എന്ന് പറഞ്ഞ സിംഗുലർ, മോർ ദാൻ 1 പ്ലൂരൽ. ഓക്കെ,
Can you understand this lesson? Okay, then we shall wind up our class. Then study well. Then see you next class. Okay, bye.